നമസ്കാരം. നല്ല ഓണം പൊന്നോണം. എല്ലാവർക്കും എൻ്റെ വക ഓണാശംസകൾ. ഓണത്തിന് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒന്നാണ് ഓണസദ്യ. ഓണസദ്യയിലാണെങ്കിൽ എടുത്തു പറയുന്ന ഒരു വിഭവം എന്ന് പറയുന്നത് നമ്മുടെ നാവിലൂർന്ന പായസം തന്നെയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു 3 തരം അട ചേർത്തുള്ള, അതായത് ട്രൈ കളർ പാലട പ്രഥമനാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള ചേരുവകൾ എന്തെല്ലാം നമുക്ക് നോക്കാം. പച്ചരിപ്പൊടി നന്നായിട്ട് പൊടിച്ചത് ആവശ്യത്തിന്, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന 3 കപ്പാണ്. നെയ്യ് ആവശ്യത്തിന്. കണ്ടൻസ് മിൽക്ക് 1 കപ്പ്. ഏലക്കാപ്പൊടി ആവശ്യത്തിന്. ബദാം തൊലി കളഞ്ഞ് നെയ്യിൽ വറുത്തത് ആവശ്യത്തിന്. മുന്തിരിങ്ങ നെയ്യിൽ വറുത്തത് ആവശ്യത്തിന്. അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തത് ആവശ്യത്തിന്. എള്ള് ആവശ്യത്തിന്. വേവിച്ച ചൗവരി നമ്മളിപ്പോൾ എടുക്കുന്ന 50 ഗ്രാമാണ്, വേവിച്ചെടുത്തതാണ്. പഞ്ചസാര ഓരോരുത്തരും മധുരത്തിനണക്കാക്കി നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. പാല് 3 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ കട്ടി കൺസിസ്റ്റൻസി അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് കട്ടി കൂട്ടം എടുക്കാൻ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് നമുക്ക് പാല് കൂട്ടാവുന്നതാണ്. കരിക്ക് ടെൻഡർ കോക്കനട്ട്, നല്ലവണ്ണം ഇളം കരിക്ക് നന്നായിട്ട് മഷി പോലെ അരച്ചത് ആവശ്യത്തിന്. ഗ്രീൻ പീസ് വേവിച്ച് നല്ലപോലെ മഷിയായിട്ട് അരച്ചത് അതും ആവശ്യത്തിന്. ക്യാരറ്റ് നന്നായിട്ട് വേവിച്ച് മഷി പോലെ അരച്ചത് ആവശ്യത്തിന്. ഇല നമുക്ക് അട തയ്യാറാക്കാനായിട്ടുള്ള കണക്കിന് നമ്മൾ ഇല തീയിൽ വാട്ടിയെടുത്തതാണ് ആവശ്യത്തിന്. നമുക്ക് ആദ്യം കരിക്കിൻ്റെ അടയ്ക്ക് വേണ്ടി നമ്മൾ അരിമാവ് ബൗളിലോട്ട് തട്ടുകയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര. കരിക്ക് മഷി പോലെ അരച്ച കരിക്ക് ഇതിലോട്ട് ഒഴിക്കുകയാണ് നമ്മൾ. നല്ലവണ്ണം നമ്മൾ കരിക്കടയും ഈ പഞ്ചസാരയും ഈ അരിപ്പൊടിയും കൂടെ നല്ലവണ്ണം നല്ല മഷി പോലെ അരച്ചെടുക്കും. വാട്ടിയ ഇലയിൽ നമ്മൾ നെയ്യ് നല്ലപോലെ സ്പ്രെഡ് ചെയ്യണം. നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന കരിക്ക് അരിമാവ് കൂട്ട് ഇതിലോട്ട് ഈ ഇലയിലോട്ട് നല്ലവണ്ണം തേച്ച് പറ്റിക്കണം. കാരണം ഈ ഇലയിൽ നിന്നാണ് വെന്തിട്ടാണ് നമ്മൾ അട ഉണ്ടാക്കുന്നത് പായസത്തിന് വേണ്ടി, കരിക്കട. നമുക്ക് ഗ്രീൻ പീസ് അട, അതിന് വേണ്ടി ആവശ്യത്തിന് അരിപ്പൊടി, ഗ്രീൻ പീസ് പേസ്റ്റ്, നല്ല മഷി പോലെ വേവിച്ചരച്ച ഗ്രീൻ പീസ് പേസ്റ്റ്, one ടീസ്പൂൺ പഞ്ചസാര, ആവശ്യാനുസരണം വെള്ളം ചേർത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പോലെ ഗ്രീൻ പീസ് അട നല്ലവണ്ണം കുഴച്ചെടുക്കണം. നേരത്തെ നമ്മൾ കരിക്കട തയ്യാറാക്കിയ പോലെ ഗ്രീൻ പീസ് അടയും നമ്മൾ ആവശ്യത്തിന് ഇലയിൽ നമ്മൾ വാട്ടിയ ഇലയിൽ നെയ്യ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഗ്രീൻ പീസ് അട നമ്മൾ ഇലയിലോട്ട് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. നമ്മൾ സൂക്ഷിച്ച് ഇങ്ങനെ ഈ പ്രൊസീജിയറിൽ ഇങ്ങനെ നമ്മൾ ചുറ്റിക്കണം, ചുറ്റി മടക്കണം. മടക്കിയിട്ട് ഒന്നീ നമുക്ക് കിടങ്ങി നമുക്കിത് സൂക്ഷിച്ച് ചൂടുവെള്ളത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഗ്രീൻ പീസ് അട തയ്യാറാക്കിയ പോലെ തന്നെ അടുത്തത് നമുക്ക് ക്യാരറ്റ് അട തയ്യാറാക്കാം. ക്യാരറ്റ് അട തയ്യാറാക്കാനായിട്ട് നമ്മൾ ബാക്കി വന്ന അരിപ്പൊടി, ക്യാരറ്റ് വേവിച്ച് മഷി അരച്ചത്, ഒരു ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ പോലെ നല്ല കുഴമ്പ് പരുവത്തിലാക്കി ഇലയിൽ തേച്ച് പിടിപ്പിക്കണം. നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഇളനീരട അതുപോലെ തന്നെ ഗ്രീൻ പീസ് അട തയ്യാറാക്കിയ പോലെ തന്നെ നമ്മൾ ഇലയിൽ നെയ്യ് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ക്യാരറ്റ് അടയ്ക്കുള്ള മാവ് ഇതിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക.
ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 3 അടകളിടാം. ഞാനിപ്പോൾ 3 അടകളും സെപ്പറേറ്റ് ആയിട്ടാണ് വേവിച്ചത്. കാരണം നമ്മുടെ കളർ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ 3 അടയും പ്രത്യേകമായിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ആദ്യത്തേത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് അട ഇടുകയാണ്. ഇത് ഇളനീരട, അത് ഞാൻ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അട വേവാനായിട്ട് ടൈം കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ പീസ് അട നമ്മളിടുകയാണ് മൂന്നാമത്തേൽ. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ തയ്യാറാക്കി വെക്കുന്നതാണ്. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ തയ്യാറാക്കി വെക്കുന്നതാണ്. ഗ്രീൻ പീസ് അട, ക്യാരറ്റ് അട. ഒരു കപ്പ് പഞ്ചസാര ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യും. അപ്പോൾ അതിന് ഇതിന് ഒന്ന് വരട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ 1 കപ്പ് പഞ്ചസാര. അതിൻ്റെ കൂടെ വേവിച്ച് നമ്മുടെ ചൗരി 50 ഗ്രാം. ഇനി നമുക്കെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കാം. ഈ ട്രൈ കളർ അടകൾ 3, അതായത് ഇളനീരട, ഗ്രീൻ പീസ് അട, ക്യാരറ്റ് അട, ചൗരി ചേർത്ത് നല്ലതുപോലെ വറുക്കുക. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് പാലാണ്. പാലിപ്പോൾ ഞാനിത് 1.5 കപ്പാണ് ഒഴിക്കുകയാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ 1 കപ്പ് മിൽക്ക് മെയ്ഡ് നമ്മൾ ഇതിലോട്ട് ചേർക്കുകയാണ്. ഒരു കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്തു. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം നമുക്ക് കളർ ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട്. ട്രൈ കളേഴ്സിൻ്റെ 3 അടയുടെ കളറും അതിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ട്രൈ കളേഴ്സിൻ്റെ 3 കളേഴ്സും. ഇപ്പോൾ ലാസ്റ്റത്തെ ആയിട്ടുള്ള ഏലക്ക പൊടി ചേർക്കണം. നമ്മളിപ്പം 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇവിടെ നമ്മുടെ ട്രൈ കളർ പാലട പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ട്രൈ കളർ നമ്മുടെ പാലട പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് ബോളിലോട്ട് മാറ്റാം. പായസം നമ്മളിപ്പോൾ സെർവിങ് ബോളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഡെക്കറേഷൻ ചെയ്യുന്ന വിധമാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ എള്ള്, കറുത്ത എള്ള് നടുക്കോട്ട് വയ്ക്കും നമ്മൾ. ശേഷം നമ്മൾ മുന്തിരിങ്ങ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. ഓണം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു അത്തപ്പൂവിൻ്റെ രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കുടിക്കുന്നതിൽ പോലെ നമ്മൾ ഏത് കാലം കഴിക്കുന്നതിനും കാട്ടി കൂടുതൽ നമ്മൾ പറയുന്നത് അതിൻ്റെ ഡെക്കറേഷനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇത് ബദാമാണ്. ബദാം അതുപോലെ നമ്മൾ ചുറ്റിക്കും വയ്ക്കുന്നുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ കളർ പാലട പ്രഥമനാണ്. ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ചേർത്തിട്ടില്ല. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ അട തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് വേറെ ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് എല്ലാം വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.
എല്ലാവരും എൻ്റെ ഈ ഓണവിഭവമായ ട്രൈ കളർ പാലട പ്രഥമൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ട്രഡീഷണലായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. 3 കളേഴ്സും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസാണ് ചേർത്തിരിക്കുന്നത്. എല്ലാവർക്കും ഒന്നുകൂടി ഓണാശംസകൾ.